വ്യസന സമേതം ബന്ധുമിത്രാദികള് സിനിമയിൽ അത്യാവശ്യം ബന്ധമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അസീസ് നെടുമങ്ങാടിന്റെ ഒരു നെടുനായകത്വം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം ശരിക്ക് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വ്യസനം അനുഭവിക്കുന്നത് മുഴുവൻ അങ്ങേരാണ് എന്ന്. ക്യാരക്ടറിനെ കുറിച്ച് പറ, സിനിമയെ കുറിച്ച് പറ. ഞാൻ നമ്മൾ ഇന്റർവ്യൂ ചെയ്തല്ലോ അല്ലേ, അനശ്വരയുടെ അച്ഛനായിട്ടാണ്. എൻ്റെ അമ്മായിയാണ് മല്ലിക ചേച്ചി. അപ്പം മല്ലിക ചേച്ചിയുടെ ക്യാരക്ടർ മരിക്കുന്നതായിട്ടാണ് സിനിമയിൽ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ബൈചേട്ടനൊക്കെ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ കുടുംബക്കാരാണ് യഥാർത്ഥത്തിൽ വ്യസനം, കുടുംബക്കാർക്കാണ് വ്യസനമുള്ള ആൾക്കാർ. ബാക്കി വരുന്ന നാട്ടുകാർക്കൊന്നും ഒരു വ്യസനം. അതിലുപരി ഞാൻ എൻ്റെ വൈഫായിട്ട് അശ്വതി എന്ന് പറഞ്ഞ കോമഡി സ്റ്റാറിലൊക്കെ ഉള്ള അശ്വതി, അനു, പിന്നെ നോബി എൻ്റെ വൈഫിൻ്റെ, സിജു നമ്മളെ കുടുംബക്കാരല്ല, അവരൊക്കെ വന്ന് ഭവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ വിഷമമുള്ളൂ. അപ്പോൾ അതിലുപരി അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ, അപ്പോൾ ഞാൻ നോബിയുടെ അടുത്ത് പറഞ്ഞു, അതായത് ഞാൻ, നോബി, അശ്വതി, പിന്നെ സജി സബാന എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും കോ റൈറ്ററും പരിപാടിയൊക്കെ ഉള്ള. അതിനകത്തൊരു ഗംഭീര ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അവന് മിമിക്രിയാ. ഞങ്ങൾ 4 മിമിക്രിക്കാർ സീരിയസ് ക്യാരക്ടറും, ബാക്കി വരുന്നവരും പോകുന്നവരെല്ലാം കോമഡി ഹ്യൂമർ. സത്യം അത് നിങ്ങൾക്ക് ഡയറക്ടർ അറിഞ്ഞു തന്ന പണിയാണോ അത്? എന്തോ കോമഡിക്കാരൊക്കെ പിടിച്ച് സീരിയസ് ആക്കി മറ്റുള്ളവരെ പിടിച്ച് ഭയങ്കര, വരുന്നവരും പോരുന്നവരെല്ലാം എന്തെങ്കിലും ഒരു സാധനം ഹ്യൂമർ എലമെന്റ് ഇട്ടിട്ട് തന്നെ പോകും. ബൈചേട്ടനാണെങ്കിൽ സീരിയസ് ആയിട്ട് നിന്ന് കോമഡി. ബൈചേട്ടൻ്റെ ചില സംഭവം കാണുമ്പം അവിടെ ഞങ്ങൾ ചിരിച്ചു. ഇനി എന്താണ് ഔട്ട് എന്താണെന്ന് അറിയത്തില്ല, അത് ഓഡിയൻസിന്റെ അഭിപ്രായം പോലെ ഇരിക്കും. അപ്പോൾ ഞാനതിനകത്ത് ഒരു പക്ക ഒരു സീരിയസ്, കാരണം ഒരു ചിരി പോലും ഞാൻ ചിരിച്ചിട്ടില്ല. അയ്യോ, സിനിമ ഇൻ ആൻഡ് ഔട്ട് കോമഡിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫുള്ള് സീരിയസ് ആണ്? ഞാൻ ഫുൾ സീരിയസ്. ഞാൻ ഒരു സ്ഥലത്ത് പോലും ചിരിച്ചിട്ട് പോലും ഇല്ല. എന്തെങ്കിലും പറഞ്ഞ സന്തോഷത്തോടെ ചിരിക്കില്ലേ, ആ സന്തോഷത്തോടെ പോലും ഞാൻ ഇതിനകത്ത് ചിരിച്ചിട്ടില്ല. ഞാൻ ഫുള്ള് എൻ്റെ ക്യാരക്ടറെ, മരണത്തിന് മുമ്പാണെങ്കിലും എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, മരണത്തിന് ശേഷമാണെങ്കിലും അമ്മായി മരിച്ചതിൻ്റെ ആ റൂട്ട് പോവുകയാണ്. പിന്നെ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ എലമെന്റ് കിടപ്പുണ്ട്. അപ്പോൾ ഒരു വീട്ടിലെ കാരണവർ എന്ന നിലയിൽ ഒരു നെടുന്തൂണായിട്ട് ആ സാധനം കൊണ്ടുപോകുന്നത് എൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പലയിടത്തും പറയും പോലെ നമ്മളൊരു വലിയ ഓലര സെന്ററിലുള്ള സാധനമില്ലേ, അത് തന്നെയാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ അതാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്, അസീസ് നെടുമങ്ങാട് എന്ന ആക്ടറിന് ഒരു ഭയങ്കര നല്ല എഴുതി വെക്കാവുന്ന ക്യാരക്ടറാണ് ഇതിലെ ക്യാരക്ടർ. നല്ല ക്യാരക്ടർ. കാരണം ഇത് ഇപ്പൊ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ സിനിമ പ്രോജക്റ്റ് ആദ്യം ഞാനൊരു 7-8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കഥ കേട്ട ഒരു സിനിമയായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായ ഒരു നടനാണ് ഈ കഥ കൊണ്ടുവന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് കേൾക്കാൻ വേറെ അല്ല, സുരാജേട്ടനാണ്. സുരാജേട്ടാ നല്ലൊരു കഥയാണ്, ഞാൻ കേട്ട് ചിരിച്ചു. നമുക്ക് രണ്ടുപേർക്ക് അനിയനും ചേട്ടനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, നീ ഒന്ന് കേട്ടു നോക്കെന്ന് പറഞ്ഞ് കേട്ടു. പിന്നെ സുരാജേട്ടൻ നമ്മളെ വിക്രമിന്റെ പടം, അതിന്റെ തിരക്ക്, പിന്നെ ഈടി, അങ്ങനെ കുറെ പരിപാടികൾ, ഇത് പെൻഡിങ് ആയി കിടന്നു. അപ്പൊ ഇത് പെട്ടെന്ന് ചെയ്തേ പറ്റൂ. അപ്പോൾ സുരാജൻ അങ്ങോട്ട് മാറിയപ്പോൾ, അപ്പോൾ ആദ്യത്തെ പ്രൊഡക്ഷൻ മാറി, സുരാജൻ അല്ലാത്തത് മാറി. കാരണം ഇത് ട്രിവാൻഡ്രം പടം ആയതുകൊണ്ട് സുരാജനെ തന്നെ അവർക്ക് വേണമെന്നുള്ള ഒരു ഇതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ സുരാജൻ അങ്ങ് മാറി. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ വിപിൻ എന്നോട് പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചേട്ടാ എന്തായി ചേട്ടാ, ഇത് നടക്കില്ല. ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും നല്ല കഥ നടക്കില്ല, പ്രൊഡ്യൂസറില്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിൽ. ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ വേറെ നോക്കിക്കോ, എനിക്ക് വേറെ 2 പടം വന്നിട്ടുണ്ടായിരുന്നു സെയിം ഡേറ്റിൽ, ചേട്ടാ അത് നോക്കിക്കോ, നമുക്കിത് നടക്കില്ല. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഞാനിത് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യും, ഒന്ന് സഹകരിക്കുമെന്ന് ചോദിച്ചു. നീ വിളി, ഞാൻ വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്ന മുമ്പ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം, ഒരു മിനിറ്റ്, പ്രൊഡ്യൂസർമാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഫോൺ പോയി എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് നേരെ വിപിൻദാസിനെ വിളിച്ചു. ഞാൻ വിപിനെ പറഞ്ഞാൽ നല്ല സബ്ജക്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിപിനോട് വിളിച്ചു പറഞ്ഞു, നല്ല സബ്ജക്റ്റ്, നീ ഒന്ന് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിന്റെ വീക്ക് പോയിന്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഒക്കെ പറഞ്ഞുവിടാൻ പറഞ്ഞു. ഞാൻ നേരെ വിപിനെ പറഞ്ഞിട്ട്, അപ്പോൾ ബിബിന്റെ കൂട്ടാണ് അജി എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജയിലൊക്കെ ഉണ്ട്, വാഴയിൽ വാഴ മോഷ്ടിച്ചിട്ട് പോണ അജിയാണ് കഥ കേൾക്കുന്നത്. ഫസ്റ്റ് എല്ലാ കഥയും കേൾക്കുന്ന അജിക്ക് വർക്കൗട്ടായി. വിപിന്റെ പറഞ്ഞു, വിപിൻ കേട്ടു, എന്നെ സ്പോട്ടിൽ വിളിച്ചു, നമ്മൾ ഈ പടം ചെയ്യുന്നു.
എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ആയിരിക്കും, സിനിമയായി. അപ്പോൾ ഇനി സുരാനൊക്കെ വിളിക്കുമല്ലോ നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണനാണ് ആ ക്യാരക്ടർ ചെയ്യണത്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. സുരാജേട്ടൻ ചെയ്യാൻ ആ ക്യാരക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതെന്താ? ഇല്ല, ഞാൻ സുരാൻ എനിക്കറിയില്ലല്ലോ, സുരാനെ സുരാജേട്ടന് കൊടുത്ത ക്യാരക്ടർ ചെയ്യുന്ന ഈ സിനിമ വിളിച്ച് പറയുന്നത് തന്നെ സുരാനാണ് എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നത് അത് മോശമല്ലേ, വളരെ മോശമല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യുന്നില്ല വിനയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അനിയൻ ക്യാരക്ടറിനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ല അത് പ്രൊഡക്ഷൻ ഫുള്ള് മാറിയില്ലേ. അപ്പം സുരാന് സമയം ഇല്ല, ഇത് മറ്റേ ഡേറ്റ് ഇല്ല, മറ്റേ വീരശൂര ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കിത് പെട്ടെന്ന് തുടങ്ങണം, ഇത് വെച്ച് താമസിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് രണ്ടാമത് അത് ഡയറക്ടർ വിപിൻ കഥ പറയാൻ വന്നപ്പോൾ അവൻ ആ ക്യാരക്ടറിൽ എപ്പോഴും സുരാജൻ അവിടെ പോയി സുരാജൻ ഇത് പറഞ്ഞു, സുരാജണ്ണൻ ആ ക്യാരക്ടറിന്റെ മുരളി എന്ന ക്യാരക്ടർ അവൻ സുരാജണ്ണൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവന്റെ ആ എഴുതിയപ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ സുരാജണ്ണൻ കയറി. അപ്പൊ ഞാൻ ഇനി എത്ര നന്നായിട്ട് ചെയ്താലും അത് തൃപ്തി വരില്ല, അത് സെറ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ അനിയൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ വിളിക്കാമെന്ന് ഞാൻ കെട്ടിയത് ഉടനെ ഡയറക്ടർ വിപിൻ വിളിക്കുന്നു നമ്മളിതിൻ്റെ, അണ്ണൻ ചെയ്യാണ്, കാരണം ഇത് ഇനി ഇരുന്നാൽ ഇത് പഴകിപ്പോവും, സുരാണിന് ഡയറ്റ് ഇല്ലാതെ സുരാണൊക്കെ ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, വീണ്ടും വിപിൻ വിളിച്ചു പറഞ്ഞു അണ്ണൻ ചെയ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്യാരക്ടർ നേരെ നോബിക്ക് പോയി, അനിയനായിട്ടുള്ള, അനിയൻ മീൻസ് വൈഫിൻ്റെ അനിയത്തീരെ ഭർത്താവ്. അത് പോയി. പിന്നെ ഞാൻ പോയി. പിന്നെ ഞാൻ സുരാണ ലൊക്കേഷൻ ഷൂട്ടിംഗ് സമയത്ത് സുരാണ വിളിടാ എങ്ങനെ പോകുന്നു, ഞാൻ നന്നായിട്ട് പോകണം എടാ, അത് അത് വിളിക്കും. സുരാണ ലൊക്കേഷനിൽ എന്നെ വിളിക്കും, എടാ അത് മറ്റേതാരാടെ ചെയ്യണം, ഞാൻ അത് ബൈ ചേട്ടനാണ്, ഇതാരും ചെയ്യണം, എടാ അടിപൊളി അപ്പോൾ കേട്ടാ നന്നായിട്ട് ചെയ്യും. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു സുരാണ ഞങ്ങൾ ചെയ്യാൻ പോകണം, അവിടെ നന്നായിട്ട് കിട്ടണമെന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ഗുരുവും കൂടെയാണ്, ആത്മീയ ഗുരുവും കൂടെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തെറ്റാണ്. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം എന്റെ തലയിൽ വന്ന് വീഴ്ത്തത്. എന്തായാലും വീടല്ലോ. അത് ഈ പറഞ്ഞതുപോലെ കണ്ട ആളുകൾ പറഞ്ഞത് അസീസ് നെടുമങ്ങാട് എന്ന് പറയുന്ന ആക്ടറിന്റെ ഒരു മൈൽ സ്റ്റോൺ പോലത്തെ ഒരു ക്യാരക്ടർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടല്ലോ ദാസ, അല്ലെ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ.